സുഹൃത്തുക്കളെ നമസ്കാരം, ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. ഇതാ ഒരു സ്നേഹത്തിന്റെ ഒരു കഥ. കാരണം സ്നേഹമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദുബായിലെ ഒരു രാജാവിന്റെ കാറിൽ ഒരു കിളി കൂടുകൂട്ടി. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഓടിക്കുന്ന വാഹനത്തിൽ കിളിയല്ല ഇനി എന്ത് കയറിയാലും നമ്മൾ തുരത്തി വിടുന്ന ആൾക്കാരാണ്. പക്ഷേ ദുബായിലെ ഒരു രാജാവിന്റെ വാഹനത്തിൽ ഒരു കിളി കൂടുകൂട്ടി. ആ രാജാവിന്റെ ഇഷ്ടമായിരുന്നു ആ വാഹനം. അതുകൊണ്ട് ആ രാജാവ് ആ കിളി കൂടുകൂട്ടി, അത് മുട്ടയിട്ട്, അത് വിരിഞ്ഞ് കുഞ്ഞുങ്ങളുമായി പറന്നു പോകുന്നത് വരെയും ആ രാജാവ് ആ കിളിക്ക് വേണ്ടി ആ വാഹനം വിട്ടുകൊടുത്തു. അതുപോലെ മറ്റൊരു സംഭവം നമ്മുടെ എറണാകുളത്ത് നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ ആടുന്ന ചൂരൽ തൊട്ടിൽ ഒരു കുരുവി കൂടുവെച്ചു. ആ കൂടുവെച്ച സമയം മുതൽ ഒരാളെയും ആ കൂട്ടിന്റെ അടുത്തോട്ട് എൻ്റെ സുഹൃത്ത് വിട്ടില്ല. അതും ഇതുപോലെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളായി പറന്നു പോകുന്നത് വരെയും കാത്തു സംരക്ഷിച്ച ആ സഹോദരനെ, ആ സുഹൃത്തിനെ നമുക്കൊന്ന് കാണാം. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഒരമ്മ പക്ഷി തൻ്റെ കോടികൾ വിലയുള്ള കാറിൽ കൂടുകൂട്ടി മുട്ടയിട്ടതിൻ്റെ പേരിൽ മാസങ്ങളോളം തൻ്റെ കാർ ആ അമ്മ പക്ഷിക്കും കുട്ടികൾക്കുമായി മാറ്റിവെച്ച ദുബൈ രാജാവിൻ്റെ ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ അതുപോലത്തൊരു മനോഹരമായ സുന്ദരമായ കാഴ്ചയിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ കാറാണെങ്കിൽ ഇവിടെ ഉമ്മറത്തുള്ള ഊഞ്ഞാലിൻ്റെ മുകളിലാണ് ഒരമ്മ മൈന കൂടുകൂട്ടി മുട്ടയിട്ട് അത് വിരിഞ്ഞ മനോഹര സുന്ദര സ്നേഹത്തിൻ്റെ കാഴ്ചയാണത്. കണ്ടു നോക്കി. ഇദ്ദേഹമാണ് ഈ കഥയ്ക്ക് പിന്നിലെ നായകൻ. പേര് ജസ്റ്റിൻ. എന്താണ് ഈ ഒരു പക്ഷിക്ക് പിന്നിലുള്ള ചരിത്രം എന്ന് പറയുന്നത്? പക്ഷിക്ക് പിന്നിലുള്ള ഞാൻ പൊതുവെ എനിക്ക് ബേഡ്സിനെ ഭയങ്കര നെസ്റ്റുകളെല്ലാം വെച്ചു. പിന്നെ ഇവിടെ പുറത്താണെങ്കിൽ ഫീഡ് വെള്ളമൊക്കെ വെച്ചിട്ട് അതിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ നോർമൽ നമ്മുടെ ഈ കുഞ്ഞു കുരുവികളെല്ലാം വെച്ചിട്ട് വെള്ളം കുടിക്കും. അത് കണ്ട് ഇഷ്ടംപോലെ വരാറുണ്ട്. പണ്ട് പോലെ ഇഷ്ടമാണ് ബേഡ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ സാധാരണ ഇങ്ങനെ പാരറ്റൊന്നും കണ്ടൊന്നും നമ്മുടെ ഇണങ്ങത്തില്ല. കണ്ട് കുഞ്ഞിനെ പോലെ ഇങ്ങനെ നല്ല ഇണങ്ങുന്ന നല്ല പാരറ്റ്. ഇപ്പൊ അതിന്റെ ഇതിന്റെ അടുത്തുണ്ട്, കോക്ടെയിലുണ്ട്, മോങ്കുണ്ട്. അതാ ഞാൻ ഡോറ് തുറക്കാഞ്ഞത്. അതിൽ തുറന്നിട്ട് അകത്തോട് അത് നടക്കുക. ചേറയില് പിള്ളേര് ആക്ച്വലി വരുന്നവരെ കാണുന്നത്. അപ്പം ഞാൻ എല്ലാവരും കൂടി വരുമ്പോഴേ പറയും ഒന്ന് ഇന്നലെ തട്ടല്ല, കാരണം അത് കൂട് വെച്ചിട്ട് മുട്ട ഇട്ടേക്കുവല്ലോ. അപ്പൊ അത് മുട്ട ഇളകിയാൽ അത് വിരിയില്ല. അപ്പോ ഞാൻ എങ്ങനെ കണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഒരു ദിവസം രാവിലെ എണീറ്റത് ഈ തൊണ്ടും ചെറിയ മുരിങ്ങലുണ്ട്. അപ്പൊ ഞാൻ പൂച്ച അങ്ങനെയെല്ലാം വന്നിട്ട് അത് നിലത്ത് കിടന്നത് മറ്റേ എടുത്തു കളഞ്ഞു. ഞാൻ ഇതൊക്കെ ഇപ്പൊ എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പിറ്റേ ദിവസമാണ് ഞാൻ ഇവിടെ ചെറിയൊരു നെസ്റ്റിന്റെ പോലെ എനിക്ക് തോന്നിയത്. അപ്പൊ എനിക്ക് വെച്ചാൽ എന്തോ ബേഡാണ്. അപ്പൊ സെക്കൻഡ് ഡേ കൊണ്ടിട്ട് അവന്മാര് പണി തീർത്തു. 2 ദിവസം കൊണ്ട് ഇത്രയും രണ്ട് പക്ഷികളുണ്ടായിരുന്നു. 2 പേര്. തേർഡ് ഡേ അവര് മുട്ട കിട്ടും. തേർഡ് ഡേ 2 മുട്ട കിട്ടും. അപ്പം എഗ് മുട്ടയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു. അപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ഈ മക്കളോട് പറഞ്ഞു, മറ്റേ ആടല്ല അതിനെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഇതിങ്ങനെ കൂട്ടിൽ നെസ്റ്റ് വന്നിരിക്കുന്ന മറ്റേ നമ്മുടെ മലയാളത്തിലെ പൊരുന്നിരിക്കുക അങ്ങനല്ല, മുട്ടയ്ക്ക് അടയിരിക്കുന്നത് ഇങ്ങനെ അപ്പൊ ഇങ്ങനെ അടയിരിക്കുമ്പോ ഞാനപ്പം ആദ്യം ഇങ്ങനെ അതിനെങ്ങനെ മാക്സിമം ചെയ്യാൻ അല്ലെങ്കിൽ ബാഗിൽ കൂടെ ഒക്കെ കിടക്കും. പിന്നെ വന്നപ്പോൾ ആ ബേഡിനും നമ്മളെ മനസ്സിലായി. അപ്പം ഇങ്ങനെ നമ്മൾ വാതിൽ കൂടെ ഇതിപ്പോ ഇരിക്കുന്ന കണ്ടാൽ ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ അത് പറഞ്ഞു വരും. അപ്പം ഇവിടെ ഇരുന്നാലും ഞാനിപ്പോ ഇതിനെ വന്നു പോയാലും ഇവിടെ വന്ന് നിന്നാലും പിന്നെ പറഞ്ഞാൽ ഈ കണ്ണൊക്കെ ഇപ്പൊ ഒരു റീസെന്റ് ഇപ്പൊ തുറന്നു വളരെ ഒരു ചെറിയൊരു എന്താ പറയുക ഇറച്ചി കഷ്ണം അത്രേ ഉള്ളായിരുന്നു. പിന്നെ അത് മാത്രം ഞാൻ ഞാൻ അത് ഇത്രയും നമ്മള് ഇത്രയും ബ്യൂട്ടി ആയിട്ട് മാറുന്നത് അത്ര ഒരു ബേഡിനെ തമ്പിലാൻ അത്രയും പരിപാലിക്കാൻ നമ്മുടെയൊക്കെ കാര്യത്തിൽ എന്തുമാത്രം ഇതുണ്ടാവും. കാരണം അത്രയും ഒരു ഇറച്ചി കഷ്ണമായിട്ടുള്ള അതിനെ ഏറ്റവും പറഞ്ഞാൽ ഞാന് ഈ എഗ്ഗ് വിരിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ ഇതിന്റെ ദേഹത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടി അതിന്റെ തള്ളപ്പശി ആ എഗ്ഗിന്റെ തോടെല്ലാം ക്ലീൻ ചെയ്ത് എടുത്തു കളഞ്ഞു. ഭയങ്കര സംഭവം തന്നെയാണ്. അതെ. പിന്നെ അതിനുള്ള ഫീഡ് നമ്മളിപ്പോ അറിയാതെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്താലും നിങ്ങൾക്ക് കണ്ണ് കാണത്തില്ലാത്തതുകൊണ്ട് തള്ളയാന്ന് ഓർത്തിട്ട് നിങ്ങൾ വന്ന്
അങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ അത്രയേറെ സൂക്ഷിച്ചാണല്ലേ ഇതിനെ വളർത്തിയെടുത്തിരിക്കുന്നത്? അതെ അതെ, കാരണം നമ്മളതിന് ഈ കൂട് വെച്ചെങ്കിലും നമ്മളതിനെ പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മളതിനെ ഡിസ്റ്റർബ് ചെയ്താല് ചിലപ്പോൾ മുട്ട ഇട്ടാൽ വരെ അത് വേണമെങ്കിൽ അത് ഇട്ടിട്ട് പോകാം. അപ്പൊ അങ്ങനെ പലതും. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ അത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എല്ലാരും പറഞ്ഞു, എല്ലാരും ചോദിച്ചു കാര്യം ഇത്രയും ഈ എൻട്രൻസ് പാസേജിന്റെ അവിടെ ഇത് കൊണ്ട് കറക്റ്റ് ആയിട്ട് ഒരു ഭയങ്കര കൺജസ്റ്റഡ് ഏരിയ ആണ്. എപ്പോഴും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതാണ്. അവിടെ തന്നെ എങ്ങനെ അല്ലേ? അവിടെ തന്നെ കൊണ്ട് അത് കുളിച്ചു. അതിന് സുഖമായിട്ട് ഇവിടെ വെക്കുവാണെങ്കിൽ അതിന് ഒരു ഡിസ്റ്റർബൻസും ഇല്ല. ഇത് പുറത്ത് കണ്ടത് കണ്ടില്ല കൂട് വെച്ചേക്കാം, അതിലൊന്നും അത് പറ്റത്തില്ല, ഇവിടെ പറ്റുള്ളൂ. ഓക്കെ, ഒരു കാര്യം കൂടി, എന്ത് തോന്നുന്നു ഒരു കൂട് വെച്ചു മുട്ടയിട്ടു അത് വിരിഞ്ഞു ഇത്രയും ഒരു പക്ഷിയായിട്ട് മാറി, എന്ത് തോന്നുന്നു? എന്ത് മാനസികാവസ്ഥ എന്താണ് തോന്നുന്നത്? നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. കാരണം ഈ എത്ര എത്ര വീടുകളും ഇതുപോലത്തെ മരങ്ങളും ചെടികളും എല്ലാം ഉണ്ട്. അപ്പൊ അത് നമ്മുടെ അടുത്ത് നമ്മളെത്രയും നമ്മളൊരു സാധുജീവിയായിട്ട് നമ്മളെ അത് കരുതിയിട്ടുണ്ടാവും. അതെ, പിന്നെ വരുന്നവരും പറയും പിന്നെ തേടൊക്കെ എടുക്കുന്നത് അത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടോ ഇങ്ങനെ പറയുന്നത്. എന്തായാലും വളരെ നന്ദി. ഇങ്ങനെ ഒരു സംഭവം ഡെയിലി കൊടുക്കുന്നുണ്ട് തലചോദിക്കാൻ. നമ്മൾ ഏത് മിണ്ടാപ്രാണികളെയും നമ്മൾ മനുഷ്യർ സ്നേഹിക്കും. ആ സ്നേഹത്തിന്റെ ഉടമകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് നമ്മളെ കൂടപ്പിറപ്പികളെ പോലെ നമ്മുടെ ഈ മിണ്ടാപ്രാണികളെയും നമ്മൾ സ്നേഹിക്കുന്നത്. കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടവർ മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഉടൻ വരും. മഹേഷ് വടക്കഞ്ചേരി.